ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച ഒരു നിർണായക ദിവസമാണ്. വോട്ടെണ്ണൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിചിത്രമായ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വലിയൊരു വാർത്ത. ഇന്നെന്തായാലും പാകിസ്ഥാനിലെ ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് PTI എന്ന് പറയുന്ന പാർട്ടി ഒരു വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. മാർച്ചുകളാണ് അവർ ആഹ്വാനം നൽകുന്നത്, റാലികളാണ് അവർ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഒരു റാലിയാണ് അവർ ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം ഇമ്രാൻഖാൻ തിരിച്ചു വരണം, ഇമ്രാൻഖാനാണ് പ്രധാനമന്ത്രി എന്ന രീതിയിൽ വലിയ ഹാഷ്ടാഗുകൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് 154 സീറ്റ് കിട്ടി എന്നുള്ളതായിരുന്നു ആദ്യ വിവരമെങ്കിലും പിന്നീട് വോട്ടെണ്ണൽ വളരെ മന്ദഗതിയിലേക്ക് പോവുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുന്നു. ഇമ്രാൻഖാൻ പറയുന്നത് തങ്ങൾ ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട് പല മണ്ഡലങ്ങളിലെന്നാണ്. 133 സീറ്റ് മതി പാകിസ്ഥാനിൽ ഭരണം പിടിക്കാനായിട്ട്. പക്ഷേ അവിടെ ഒരു അട്ടിമറി നടക്കുന്നു, ഭരണം പിടിക്കാൻ ഒരു അട്ടിമറി നടക്കുന്നു, ജയിച്ച് തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്നു. ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം മത്സരിച്ചവരെല്ലാം തന്നെ സ്വതന്ത്രന്മാരായിട്ടാണ് മത്സരിച്ചത്. കാരണം ഇമ്രാൻഖാന്റെ ചിഹ്നം തന്നെ മരവിപ്പിച്ച് കളഞ്ഞിരുന്നു, ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലിട്ടിരുന്നു. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് നിർണായകമായ ഒരു നീക്കം തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാനിലെ ഈ ഇമ്രാൻഖാന്റെ പാർട്ടി നടത്തിയിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും വലിയ കലാപമായി തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കലാപമായി മാറുമോ, പട്ടാളം ഭരണം കൈയാളുമോ എന്നൊക്കെ കാത്തിരിക്കാം നമുക്ക്. ഏതായാലും ഇന്നത്തെ മാർച്ച് വളരെ കരുതലോടുകൂടി ഇന്ത്യയും വീക്ഷിക്കുന്നു. കാരണം ഈ ഒരു അവസരം മുതലെടുത്ത് ഭീകരവാദികൾ നുഴഞ്ഞു കയറാനോ ഇല്ല മറ്റു തരത്തിലുള്ള ശ്രദ്ധ തിരിക്കാനോ ഒക്കെ ഒരു ശ്രമം നടത്തിയേക്കാം. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസത്തിലൂടെ പാകിസ്ഥാൻ എന്ന കടന്നു പോകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.